കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവം വലിയ കാര്യങ്ങളായി ചെയ്യുവാൻ ഇടയായിത്തീരും. നമുക്കിന്ന് സാക്ഷ്യം കേട്ടുകൊണ്ട് ഈ വചനത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ദൈവനാമത്തിൽ ഉണ്ടാവട്ടെ. ദൈവം തന്ന അത്ഭുതം ഞാൻ സാക്ഷ്യമായി പറയാണ്. 3.5 വർഷമായി എനിക്ക് നടുവേദനയായിരുന്നു. അതിൽ ഞാൻ ബെൽറ്റിട്ട് നടന്നുകൊണ്ടാണ് എന്റെ പണികളൊക്കെ ചെയ്തിരുന്നത്. കുറെ മരുന്ന് കഴിച്ചിരുന്നു. അതൊന്നും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ കൂട്ടായ്മയിൽ ഞാൻ ഫോമിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. മറ്റേ യൂട്യൂബ് കൂടി കണ്ട് ഞാനതിങ്ങനെ പ്രാർത്ഥിച്ചത് തുടങ്ങിയപ്പോ ഒരു 3-4 മാസമായി എനിക്ക് ആ വേദനയ്ക്ക് കുറവുണ്ട്. പക്ഷെ ഞാൻ കുമ്പിട്ടൊന്നും എടുക്കാൻ നോക്കലില്ല. ഒരു 2-3 ദിവസമായി എനിക്ക് കുമ്പിട്ടും നേർന്നു എല്ലാ പണികളും എടുക്കാൻ ദൈവം എനിക്ക് സൗഖ്യം തന്നതിനായി ഞാൻ സ്തോത്രം പറയുന്നു. ആമേൻ. ഇന്ന് ആ സഹോദരി അയച്ചെന്ന സാക്ഷിയാണ്. 3.5 വർഷമായിട്ട് നടുവിന് ബെൽറ്റ് ഇട്ടിരിക്കുകയായിരുന്നു. സഹിക്കാൻ കഴിയാത്ത വേദനയായിരുന്നു. പല ട്രീറ്റ്മെന്റ് ചെയ്തു, ഒരു മാറ്റം ഉണ്ടായില്ല, ഒരു വ്യത്യാസവും ഉണ്ടായില്ല. അങ്ങനെയാണ് നമ്മുടെ കൂടെ വചനം കേൾക്കാൻ, സൂമിലല്ല യൂട്യൂബിൽ കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം കേൾക്കാൻ തുടങ്ങി, സഹോദരി കേൾക്കാൻ തുടങ്ങി, വിശ്വസിക്കാൻ തുടങ്ങി, മാറ്റം വരാൻ തുടങ്ങി. അപ്പോൾ 3.5 വർഷമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പോലും വ്യത്യാസം വരാത്ത ആളാണ്. ഒരു മരുന്നും കഴിച്ചിട്ട് വേദനയ്ക്ക് ഒരു ആശ്വാസം വരാത്ത ആളാണ്. പക്ഷെ ഇന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ കുനിയാനോ തിരിയാനോ ഒരു കുഴപ്പമില്ല, പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. വലിയ അത്ഭുതത്താൽ കർത്താവ് നിറച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഞാൻ തുടക്കത്തിൽ ഈ സാക്ഷ്യം കേൾപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അത്ഭുത മന്ത്രിയാണ്. ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്യം ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യം പറയുന്നു, അവർ ഒരുക്കിയ സുഗന്ധ വർഗമെടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്നും കല്ലുരുട്ടി കളഞ്ഞതായി കണ്ടു. അകത്ത് കിടന്നാറെ കർത്താവ് യേശുവിന്റെ ശരീരം കണ്ടിട്ട് അതിനെക്കുറിച്ച് അവൻ ചഞ്ചലിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അതിനരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവരവനോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? നമുക്കറിയാം കർത്താവിന്റെ ഉയർപ്പിനെ പറ്റി 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തു അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നോക്കിയേ, അപ്പൊ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അരിമത്യക്കാരനായ യോസെഫിന്റെ കല്ലറയിൽ കർത്താവിന്റെ ശരീരം അടക്കം ചെയ്തിട്ട് അതിന്റെ 1-ാം ദിവസം കർത്താവിന്റെ ശരീരത്തെ സുഗന്ധ വർഗം കൊണ്ട് പൂശേണ്ടതിന് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം 2 മറിയമാരും കൂടി അവിടെ ചെല്ലുന്ന സമയത്ത് അവരുടെ ബൈബിളിൽ പറയുന്ന കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി കളഞ്ഞതായിട്ട് അവർ കണ്ടു. അപ്പൊ കർത്താവിനെ അടക്കം ചെയ്തിട്ട് റോമൻ ഗവൺമെന്റ് അവിടെ വലിയൊരു കല്ലുരുട്ടി കൊണ്ടുവച്ചു. അവിടെ കാവലിന് ആളെ വെച്ചു. പക്ഷെ ഇവര് ചെന്നപ്പോൾ കല്ലുരുട്ടി മാറ്റിയതായി കണ്ടു. അകത്ത് കടന്നാരെ കർത്താവായ യേശുവിന്റെ ശരീരം അവിടെ കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ദൂതന്മാരാണ്. ഭയപ്പെട്ട് മുഖം കുനിഞ്ഞ് നിൽക്കുമ്പോൾ അവർ അവനോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? യേശു ക്രിസ്തു ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നോക്കിക്കേ, അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റ വാക്കിലുണ്ട് ഉത്തരം. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യമുണ്ട്, മരണത്തിന് യേശു ക്രിസ്തുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. നോക്കിക്കേ, മരിച്ച പലരെയും മരണം പാതാളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, മരിച്ച പലരെയും നമുക്കറിയാം ശരീരം കൃമിക്കിരയായി മാറുമ്പോൾ, ശരീരം ജീർണിച്ച് ആ ശരീരം വേർപെട്ട്, അസ്ഥികൾ വേർപെട്ട്, ശരീരത്തിൽ മാംസങ്ങൾ വേർപെട്ട് മണ്ണിനോട് അലിഞ്ഞു ചേരുമ്പോൾ ബൈബിൾ പറയുന്നു യേശു ക്രിസ്തുവിനെ മരണത്തിന് പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു ഉയർത്തിരിക്കുന്നു. അവിടെ ചോദ്യം ഇതാണ്, ഉത്തരം ഇങ്ങനെയാണ്. കർത്താവിനെ അന്വേഷിച്ചു വന്നവരുടെ ചോദ്യം, യേശു ക്രിസ്തുവിന്റെ ശരീരം എവിടെ? മറുപടി, അതിനെ റോമൻ ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോയെന്നല്ല, അവിടെ പറഞ്ഞിരിക്കുന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നാം വിശ്വസിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഒത്തിരി മഹാന്മാരുണ്ടല്ലേ, സ്വാതന്ത്ര്യ സമര പോരാളികളുണ്ട്, നേതാക്കന്മാരുണ്ട്, വലിയ വലിയ പ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ട്. പക്ഷെ അവരുടെ പേരുകൾ ഇപ്പം പേരുകൾ മാത്രമായി നിൽക്കുക. നമ്മുടെ ചുറ്റുവട്ടം അനേകരുണ്ട്, പക്ഷെ അവരൊക്കെ പേരുകൾ മാത്രം. നമ്മൾ പറയത്തില്ല, അവർ എൻ്റെ ഓർമ്മയിൽ ജീവിക്കുന്നു, എൻ്റെ മനസ്സിൽ ജീവിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? അവരിപ്പോൾ റിയലായിട്ട് ജീവിക്കുന്നില്ല.
അവർ ഭൂമിയിൽ നിന്ന് തന്നെ തുടയ്ക്കപ്പെട്ടു, മാറ്റപ്പെട്ടു, തീർന്നു, അവസാനിച്ചു. എന്നാൽ ബൈബിൾ പറയുന്നു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്നിട്ട് ഇനി ആ കൊരിന്ത്യർ ലേഖനത്തിൽ ഞാൻ ആ വാക്യം അതുകൊണ്ടാണ് ചോദിച്ചത്. 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമത്രേ, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. അപ്പൊ പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ പ്രസംഗിക്കുന്നത് നമുക്കൊരു നേതാവ് ഉണ്ടായിരുന്നു, നമുക്കൊരു സ്വാതന്ത്ര്യ സമര നേതാവ്. നമ്മൾ ഗാന്ധിജിയെ പറ്റി പറയാറില്ല, നമ്മൾ പറയത്തില്ല ഞങ്ങൾക്കൊരു നേതാവ് ഉണ്ടായിരുന്നു. നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല, നേതാവ് ഉണ്ടെന്ന് പറയത്തില്ല. ഗാന്ധിജി എന്ന് പറയുന്ന ഇന്ത്യയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര പോരാളികളിൽ ഒരാള് ഉണ്ടെന്ന് പറയത്തില്ല, ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം, ഇന്ന് അദ്ദേഹം ഇല്ല. അദ്ദേഹം സമര പോരാളിയായിരുന്നു, പോരാളികളുടെ കൂട്ടത്തിൽ ഒരു ശ്രേഷ്ഠൻ തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പറയും ഉണ്ടായിരുന്നു. ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമത്രേ. അതായത് ജീവനുള്ള ആളെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്താ ജീവനുള്ള ആളുടെ പ്രത്യേകത? നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. ജീവനുള്ള ആൾക്ക് മരിച്ചയാളും ജീവിക്കുന്നയാളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ത്? ഒന്ന് ഒറ്റ വാക്കിൽ പറ. ജീവിക്കുന്നയാളും മരിക്കുന്നയാളും. ആത്മാവുണ്ട്, ചലിക്കാൻ സാധിക്കും. ജീവനുള്ള ആളും മരിച്ചയാളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവനുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചലിക്കുവാൻ കഴിയും. ജീവനുള്ള വ്യക്തിക്ക് ചലിക്കുവാൻ കഴിയും, ജീവനുള്ള വ്യക്തിക്ക് പ്രതികരിക്കുവാൻ കഴിയും. ഇങ്ങനെ പ്രതികരിക്കുവാൻ കഴിയുന്ന വ്യക്തികളാണ് കർത്താവിന്റെ നാമത്തിൽ വ്യക്തിയെയാണ് നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്നത്. ജീവനുള്ള കർത്താവിനെ നമ്മൾ പ്രസംഗിക്കുന്നത്. അപ്പൊ മരിച്ച ആളെയല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അപ്പൊ അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും ധൈര്യത്തോടെ പറയണം, ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ഒരു നേതാവായിരുന്നില്ല, നിന്നും ജീവിക്കുന്ന രക്ഷകനാണ്. നോക്കിക്കേ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ എൻ്റെ പ്രസംഗം വൃദ്ധവും എൻ്റെ വിശ്വാസം വൃദ്ധമത്രേ. എൻ്റെ വിശ്വാസം ഞാൻ ആ സാക്ഷ്യം ഒന്നുകൂടെ കേൾക്കാം. എനിക്ക് തോന്നുന്നത് ലൈവിൽ ആ സാക്ഷ്യം കയറിപ്പോയില്ല. നിങ്ങൾ ആ സാക്ഷ്യം ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഞാൻ ഒന്നും കൂടെ ആ സാക്ഷ്യം നിങ്ങളെ കേൾപ്പിക്കാം. ഇവിടെ നോക്കിക്കേ, ആ സഹോദരി പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് ഓടി ക്ലിയർ ആണല്ലേ? സത്യമായി പറയാണ്, 3.5 വർഷമായി എനിക്ക് നടുവേദനയായിരുന്നു. ആദ്യം ഞാൻ വെച്ചിട്ട് നടന്നുകൊണ്ടാണ് എന്റെ പണികളൊക്കെ ചെയ്തിരുന്നത്. കുറെ മരുന്നും കഴിച്ചിരുന്നു. അപ്പൊ ഒന്നും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ കൂട്ടായ്മയിൽ ഞാൻ സൂമിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. മറ്റേ യൂട്യൂബിൽ കൂടി കണ്ട് ഞാനതിങ്ങനെ പ്രാർത്ഥിച്ചത് തുടങ്ങിയപ്പോ ഒരു 3-4 മാസമായി എനിക്ക് ആ വേദനയ്ക്ക് കുറവുണ്ട്. പക്ഷെ ഞാൻ കുമ്പിട്ടൊന്നും എടുക്കാൻ നോക്കലില്ല. ഒരു 2-3 ദിവസമായി എനിക്ക് കുമ്പിട്ടും നേർന്നു എല്ലാ പണികളും എടുക്കാൻ ദൈവം എനിക്ക് സൗഖ്യം തന്നതിനായി ഞാൻ സ്തോത്രം പറയുന്നു. ആമേൻ. ഇവിടെ സഹോദരി പറയുകയാണ്, 3.5 വർഷമായിട്ടുണ്ടായിരുന്ന രോഗം കർത്താവിന്റെ വചനം കേട്ട് മെഡിക്കൽ സയൻസ് പറഞ്ഞു ഇനി രോഗത്തിനൊരു മാറ്റം വരത്തില്ല, 3.5 വർഷമായിട്ടുള്ള രോഗമാണ്. അവർ ബെൽറ്റ് ഇട്ട് കൊടുത്തു. നമുക്കറിയാം നടുവിനൊക്കെ തേയ്മാനം വന്നാൽ പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല, ഒരു ബെൽറ്റ് ഇട്ട് ആജീവനാന്ത കാലം വയസ്സായി രോഗിയായി വേദനയോടെ കിടക്കണമെന്നുള്ളതാണ് ലോകത്തിന്റെ നിയമമെങ്കിൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പൊ ഞാനതാ പറഞ്ഞത്, മരിച്ച ശരീരവും ജീവനുള്ള ശരീരവും തമ്മിലുള്ള വ്യത്യാസം പ്രവർത്തിക്കുവാൻ കഴിയും. ഡെഡ് ബോഡിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഡെഡ് ബോഡിക്ക് ഒന്നും ചലിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ ഡെഡ് ബോഡി അല്ലാത്ത ജീവനുള്ള ഒരു ശരീരമാണെങ്കിൽ അതിന് പ്രവർത്തിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത് ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ. അതിന്റെ അർത്ഥം ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന യേശു ഇന്ന് പ്രവർത്തിക്കുന്ന യേശുവിനെയാ. നമുക്കറിയാം ഗാന്ധിജിയുടെ ഫോട്ടോ നമ്മുടെ മിക്ക വീടുകളിലും ഉണ്ട്, നമ്മുടെ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഉണ്ട്. ആ ഫോട്ടോയ്ക്കകത്തിരിക്കുന്ന വ്യക്തിക്ക് ഇനി ഒന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല, ആ വ്യക്തിക്ക് ഇനി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആ വ്യക്തിയുടെ ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോകൾ നമ്മുടെ കറൻസിയിലൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളിൽ എല്ലായിടത്തും ആ ചിത്രമുണ്ട് അദ്ദേഹത്തിന്റെ. പക്ഷെ ആ വ്യക്തിക്ക് ഇനിയൊന്നും പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല.
നോക്കി, ഇനിയൊന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. പക്ഷെ യേശു, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഒരിക്കലും യേശുവിൻ്റെ ഫോട്ടോ വീട്ടിൽ വെച്ചുകൊണ്ട് യേശുവാന്ന് പറഞ്ഞിരിക്കരുത്. കാരണം നമ്മൾ എപ്പോഴാണ് ഈ ഫോട്ടോയൊക്കെ തൂക്കുന്നത്? ഒന്ന് പറ, നമ്മൾ എപ്പോഴാണ് ഒരാളുടെ ഫോട്ടോ തൂക്കുന്നത്? ഒരാളുടെ വീട്ടിൽ ഒരു ഫോട്ടോ തൂക്കുന്നത് എപ്പോഴാണ്? സാധാരണഗതിയിൽ ഫോട്ടോ തൂക്കി വെക്കും. മരണം എല്ലാവരെയും നമ്മൾ ഫോട്ടോ കഴിഞ്ഞു. വീട്ടിൽ വെക്കും, ജീവനുള്ള ആൾക്കാരുടെ ഫോട്ടോ വീട്ടിൽ വെക്കും. എന്നാൽ നമ്മളൊരു വ്യക്തിയുടെ ഫോട്ടോ വീട്ടിൽ വെക്കുക 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ കുടുംബത്തിൽ ഒരാളുടെ ഫോട്ടോ, പിള്ളേരുടെയൊക്കെ ഫോട്ടോ ബർത്ത്ഡേക്കൊക്കെ എടുത്തു വെക്കും. മറ്റൊന്ന്, നമ്മൾ മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോ എടുത്തു വെക്കും. അപ്പൊ നിങ്ങളത്തിൽ ഏത് കൂട്ടത്തിലാണ് യേശുവിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത്? ഒന്ന്, യേശുവിന്റെ ഫോട്ടോ എന്നുള്ളത് ലോകത്തിൽ അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല. നമ്മൾ ഏതോ ഒരാൾ വരച്ച ഒരു ചിത്രമാണ്, അതൊരിക്കലും യേശുവിന്റെ ചിത്രമല്ല. അപ്പൊ നിങ്ങൾ ഒരു ഫോട്ടോ വെച്ചോട്ട് യേശുവിന്റെ പേര് വിളിക്കും. ഒരിക്കലും കർത്താവിനെ നമ്മൾ കളിയാക്കും. നിങ്ങളെ ഫോട്ടോ എടുത്തുകൊണ്ടെന്ന് ഞാനിപ്പം വെച്ചിരിക്കുക. ഇപ്പൊ ഞാൻ ടോമസ് ബ്രദറിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടത് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ടോമസ് ബ്രദറിനോട് സംസാരിക്കുവാന്നിരിക്കട്ടെ. ടോമസ് ബ്രദറിനോട് സംസാരിച്ച് കഴിയുമ്പം ടോമസ് ബ്രദറിന് വല്ലതും മിണ്ടാൻ പറ്റുമോ? ടോമസ് ബ്രദറിന്റെ ഫോട്ടോയ്ക്ക് എന്നോട് മിണ്ടാൻ പറ്റുമോ? ഇല്ല. ടോമസ് ബ്രദറിന്റെ ഫോട്ടോയ്ക്ക് എന്നോടൊന്നും മിണ്ടാൻ കഴിയത്തില്ല. ഞാൻ ടോമസ് ബ്രദറിനോട് സംസാരിക്കണമെങ്കിൽ നേരിട്ട് സംസാരിക്കണം. ജീവനുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ വ്യക്തിയോട് നേരിട്ട് സംസാരിക്കണം. അതുകൊണ്ടാണ് വിഗ്രഹാരാധന ബൈബിൾ പ്രകാരം പാപമാണെന്ന് പറയാൻ കാരണം, ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ ബൈബിളിൽ പറയുന്ന പ്രവർത്തിപ്പാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ചെവി അടഞ്ഞിട്ടില്ല, സംസാരിപ്പാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ വായ അടഞ്ഞിട്ടില്ല. ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. അപ്പൊ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, എന്താ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞത്? മരിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞ മരിച്ച കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് പൗലോസ്ലീഹ അത് പ്രസംഗിക്കുമ്പോൾ പൗലോസ് പറയുക, എന്റെ പ്രസംഗം ഒരിക്കലും പാഴായി പോകത്തില്ല. അതിന്റെ അർത്ഥം എന്തുവാ? എന്റെ പ്രസംഗത്തിൽ ആര് വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഈ യേശു ക്രിസ്തു പ്രവർത്തിക്കും. അപ്പൊ നിങ്ങളുടെ വിശ്വാസത്തിൽ ഒന്ന് ബലപ്പെടണം. എന്റെ വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം വൃദ്ധപത്രേ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ, കർത്താവ് എനിക്ക് വേണ്ടി ഉയർത്തു, കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തു. എന്തിനു വേണ്ടി? എൻ്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവാകേണ്ടതിന്. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുമ്പോൾ പറയണം, ഞാൻ വിശ്വസിക്കുന്നത് മൺമറഞ്ഞു പോയൊരു നേതാവിനെ അല്ല, ഇന്നും അത് രാത്രിയോ പകലോ ഏത് സമയത്തോ ആയിക്കോട്ടെ, എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഈ നിമിഷം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവാണ് എൻ്റെ ദൈവം എന്ന് പറയാം. ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ നിങ്ങൾ ഇത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം വലിയ പ്രവർത്തികളാൽ നിറയ്ക്കുന്ന കർത്താവാണ്, വലിയ കാര്യങ്ങളെ ചെയ്യുന്ന കർത്താവാണ്. ഇന്ന് എൻ്റെ വിശ്വാസത്തിന്റെ ഉറപ്പ് എന്നാണെന്നറിയാവോ? എനിക്കൊരു നേതാവ് ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ഒരു ഫോട്ടോയോ നോക്കിയിട്ടല്ല ഞാൻ യേശുവേ എന്ന് വിളിക്കുന്നത്, ജീവനുള്ള കർത്താവിനെ നോക്കിയിട്ട് ഞാൻ അപ്പാ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന കർത്താവിനെ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ വിശ്വാസം വ്യർത്ഥാവല്ല. അതിൻ്റെ അർത്ഥം എൻ്റെ വിശ്വാസം പാഴല്ല. ഞാൻ വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തു തന്നെയാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. മൺമറഞ്ഞു പോയ കർത്താവിനെ അല്ല ഞാൻ വിളിക്കുന്നത്, ഇന്നും ജീവിക്കുന്ന, ഇന്നും മരണത്തെ ജയിച്ച് രാജാതി രാജാവായ കർത്താതി കർത്താവായ എൻ്റെ കർത്താവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്ദി യേശുവേ. ഞാനിത് പറയുമ്പോൾ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ബോബി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ബോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പ്രേരണ തരുന്നു. ബോബീനെ ഞാൻ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നവ എൻ്റെ യേശുവേ, അങ്ങയുടെ കൃപ ഇന്ന് വ്യാപരിക്കുന്നല്ലോ. ബോബിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇന്ന് ആ മകനെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടട്ടെ. കർത്താവെ, അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. സകല പ്രതിസന്ധികളും നീങ്ങി കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷ്യമായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്ന, വ്യക്തിയുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നപ്പ അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. ദൈവപ്രവർത്തികൾ നിന്ന് വെളിപ്പെടട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ.
Thank you, Holy Spirit. Thank you, Holy Spirit. In the name of Jesus Christ. In the name of Jesus Christ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ കർത്താവെ, അങ്ങനെ അത്ഭുതകരമായ പ്രവർത്തികൾക്കായി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ബ്രദറെ ജീസസ്. ഇന്ന് ബ്രദറെ ഗോപി എന്ന് പറഞ്ഞൊരു സഹോദരൻ എന്റെ വീട്ടിൽ വന്നിരുന്നു. ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനാണത്. എന്റെ വീട്ടിൽ വന്നിരുന്നത്. ബോബി ആണോ സിസ്റ്റർ? ബോബി ഗോപി എന്ന് പറഞ്ഞൊരു ബോബി അല്ല ചേട്ടൻ. സിസ്റ്റർ, ബോബി എന്ന് പറഞ്ഞ ഗോപി ബോബി ഗോപി ഇത് ബോബി ഗോപി അല്ലേ? ബോബി എന്ന് സിസ്റ്റർ പറഞ്ഞ BOY ബോയ്. ബോബി ആണോ? ബോബി എന്ന് പറഞ്ഞത്. ഇത് ഗോപി എന്നാ. എന്റെ കൂടെ ജോലി ചെയ്യുന്ന പോലീസുകാരനാണ് ബ്രദറെ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ. ബോബിക്ക് വേണ്ടിയാണ് കേട്ടോ പ്രാർത്ഥിച്ച. കർത്താവെ, ഞാൻ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഭാര്യ 2 പ്രാവശ്യം ഗർഭിണിയായി, അത് അബോർഷനായി പോയി. ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിൽ വിശ്വസിക്കാൻ തയ്യാറെങ്കിൽ കർത്താവ് ഇന്ന് കുടുംബത്തെ രക്ഷയാക്കി മാറ്റുമെന്ന് പറയണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്ന അബോർഷനെ കൊണ്ടുവരുന്ന സകല ദുരാത്മാക്കളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്ന ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു നിശാന്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനുള്ളത് തരികയാണ്. ഞാൻ നിശാന്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. നിശാന്തുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം. ഞാൻ ആ വ്യക്തി ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അവന്റെ മേൽ അനർത്ഥം വിട്ടൊഴിഞ്ഞ് ദൈവത്തിന്റെ സാക്ഷിയായി തീരുവാൻ വേണ്ടി കർത്താവ് ഒരു വാതിൽ തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്ന യേശു ക്രിസ്തു ഇന്ന് ജീവനോടെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം തകരുന്ന വിശ്വാസമല്ല, ഞങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുന്ന വിശ്വാസമാണ്. ഓ ഹല്ലേലൂയ. നന്ദി കർത്താവേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഞാനൊരു കർത്താവ് എന്നെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കയറി വരുന്ന ഹോളിൽ തന്നെ ഒരു ഫോട്ടോ ഞാൻ കാണുവാണ്. ആ ഫോട്ടോയിലുള്ള പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ചെറുപ്പകാലത്തെ ഒരു ഫോട്ടോ ഞാൻ കാണുവാണ്. അതായത് ഈ ഒരു പൂ, നമ്മൾ മുല്ലപ്പൂ ഒക്കെ ചൂടുന്നത് പോലെ പൂ ചൂടിയിട്ട് മുൻവശത്തോട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു ചെറുപ്പകാലത്തിലെ ചിത്രം ആ ഭവനത്തിലുണ്ട്. അതേ വ്യക്തിയുടെ ഫോട്ടോ ഫ്രണ്ടിൽ തന്നെ ഒരു വെച്ചിട്ടുമുണ്ട്. അതേ വ്യക്തിയുടെ ഫോട്ടോ തന്നെ ആ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ പെൺകുട്ടിയുമായിട്ട് ഈ കണ്ട 2 ഫോട്ടോയിലുള്ള ഒരേ ആൾ തന്നെയാണ്, പക്ഷെ 2 കാലഘട്ടത്തിലെ ഫോട്ടോ കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ വ്യക്തിയെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ ആ കുടുംബം ഇന്ന് ഏറ്റെടുത്തോണം. ദൈവം ഇന്ന് ആ വ്യക്തിനെ ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. കുടുംബത്തിൽ ആർക്കും ലഭിക്കാത്തൊരു മാന്യത ആ മകളുടെ മേൽ കർത്താവ് ഇന്ന് പകരുവാൻ വേണ്ടി പോകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവിന്റെ സാക്ഷ്യം എന്നോട് തുറക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഇന്ന് ആ ഫോട്ടോ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ആ മകളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആർക്കും ലഭിക്കാത്ത നന്മകളാൽ കർത്താവ് നിറയ്ക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ വലിയ ദൈവപ്രവർത്തികൾ തുറന്നു വരട്ടെ. വലിയ ദൈവപ്രവർത്തികൾ പറയാൻ വേണ്ടിയാണ് മാറ്റിയത്. ഫസ്റ്റ് എന്റെ മോളെയാണ് ഒരു 13-14 വയസ്സിലുള്ളപ്പം ഒരു ഓണത്തിനെടുത്ത ഫോട്ടോ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് അവള് മുല്ലപ്പൂ ചൂടി മുന്നോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം 2024 അവളുടെ കല്യാണമായിരുന്നു. അവിടെ ഭർത്താവും അവളും കൂടെ ഉള്ള 2-3 ഫോട്ടോയൊക്കെ ആയിട്ട് ഇവിടെ ഫ്രെയിം ചെയ്തും അതും കേറി വരുന്നിടത്ത് തന്നെയാണ് ഭിത്തിയെ വെച്ചിട്ടുണ്ട്. ആണോ? കാരണം ഇപ്പോഴത്തെ ഫോട്ടോയാണ്. പിന്നെ ദൈവകൃപയാൽ അവള് ഹസ്ബൻഡ് മസ്കറ്റിൽ ജോലി ചെയ്യുന്നു. മോളിപ്പം അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ കൊണ്ടുപോകണേ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വേണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിച്ച അറിയില്ല ഒന്നും. ദൈവം മാനിക്കാൻ വേണ്ടി 14 വയസ്സിലാണ് മറ്റേ ഫോട്ടോ. ഇപ്പം 15 വർഷം കഴിഞ്ഞുള്ള ഫോട്ടോയാണ്. ഇന്നിപ്പോ ഫ്രെയിം ചെയ്ത് കയറി വരുന്നിടത്തും വെച്ചേക്കുന്നത്. 2 ഫോട്ടോയും ഉണ്ട്. മുല്ലപ്പൂ മുന്നോട്ട് ഇട്ടിട്ടുമുണ്ട് മോള്. 2 ഫോട്ടോയിൽ മുല്ലപ്പൂ ഇട്ടിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. കർത്താവ് ഇന്ന് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു യേശുവിന്റെ നാമത്തിൽ. കുടുംബത്തിൽ ആർക്കും ലഭിക്കാത്ത മാന്യത. ഓ ഹല്ലേലൂയ. ഞാനൊരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. കൊച്ചുപറമ്പിൽ എന്ന് പറഞ്ഞൊരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിക്കുക.
ഞാൻ ആ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന സമയത്ത് ആ കുടുംബത്തിൽ കർത്താവ് എന്നെ കാണിക്കുന്ന കുടുംബത്തിൻ്റെ അകത്തുണ്ടായ ചില തടസ്സങ്ങൾ. ഞാൻ കാണുന്നൊരു കാഴ്ച, 2 മരണങ്ങൾ സംഭവിച്ച ഒരു കുടുംബം. 17 വർഷത്തിൻ്റെ അകത്ത് 2 മരണങ്ങൾ, പ്രധാനപ്പെട്ട 2 മരണങ്ങൾ ആ കുടുംബത്തിൽ സംഭവിച്ചു. വലിയ ദുഃഖമുണ്ടാക്കിയ 2 മരണമാണ് ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ കർത്താവെ കയറിക്കൂടിയ സകല പിശാചുക്കളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ജീവനുള്ള ദൈവമാണ്. കർത്താവിൻ്റെ അത്ഭുതം ആ ഭവനത്തിൻ്റെ മേൽ തുറക്കട്ടെ. ഇപ്പോൾ തന്നെ ആ ഭവനത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് വ്യാപരിക്കുന്ന സകല പ്രതികൂലങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആ കുടുംബം വിട്ട് നീങ്ങട്ടെ, പ്രതിസന്ധികൾ നീങ്ങട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെ പിന്തുടരുമെന്ന വചനം പറയുന്നത്. അതിന് വിരോധമായി ചലിക്കുന്ന സകലത്തെയും യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടു മാറട്ടെ. ആ കുടുംബം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. സൂമിലായിക്കോട്ടെ, ഇന്ന് ലൈവിലായിക്കോട്ടെ, ഞാൻ ആ കുടുംബത്തെ തന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വഴികളെ തുറക്കുന്ന ദൈവം, വാതിൽ തുറക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ഇന്ന് കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവസ്ഥകൾ മാറട്ടെ, അത്ഭുതങ്ങൾ പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എന്റെ കസിൻ, അവന്റെ വീട്ടുപേര് കൊച്ചുപറമ്പിൽ നിന്നാണേ. ഞാൻ കണ്ട സിസ്റ്ററെ 17 വർഷത്തിൽ അതെ, 2007 ഞാൻ MBBS കയറുന്ന സമയത്ത് അങ്കിള് മരിച്ചു, അവന്റെ ഫാദർ മരിച്ചു. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ 2018 അവന്റെ മമ്മിയും മരിച്ചു. ഈ 2 മരണങ്ങൾ സംഭവിച്ചല്ലേ? അതെ, അവരുടെ വീട്ടുപേര് കൊച്ചുപറമ്പിലാണ്. അവൻ ഒറ്റ മകനാണ്. അനാഥനായിട്ട് അവൻ കല്യാണം കഴിച്ചത്. ദൈവകൃപയാൽ ഇപ്പം അവർ സന്തോഷത്തോടെ ഭാര്യയും കുഞ്ഞുമായിട്ട് ജീവിക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. പിന്തുടർന്ന് വരുന്നവരോട് പറയണം, ഈ ദിവസങ്ങളിൽ അവരെ വിളിച്ചുകൊണ്ട് ഇതുപോലെ ഒരു പ്രാർത്ഥനയിൽ വെളിപ്പെട്ടതാണ്. പിന്തുടർന്ന് വരുന്ന സകലത്തെയും യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക, തൊടത്തില്ല. ദൈവം അനർത്ഥം, അടുത്തൊരു മരണവാർത്ത കേൾപ്പിക്കുമെന്ന് ചിന്തിപ്പിക്കുന്നതാണ്. പക്ഷേ കർത്താവായ യേശു ഇന്ന് അതിന്റെ മേൽ ജയം നമുക്ക് തരാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തെ വിളിച്ചു പറയുക, ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ, വലിയ അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇന്ന് ഒരു ക്രിസ്റ്റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, അതിരുകൾ വിസ്താരമാകട്ടെ, ദൈവപ്രവർത്തികൾ തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് തുറക്കുന്നല്ലോ അപ്പ. യേശുവെ നന്ദി കർത്താവേ, താങ്ക് യു ജീസസ്. ഞാൻ അതോടൊപ്പം തന്നെ മറ്റൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. അതായത് വീടിൻ്റെ ഒരു വ്യക്തിയുടെ ഭവനം ഞാൻ കാണുവാണ് കർത്താവ് ഇന്ന്. ഞാൻ എന്നെ കർത്താവ് ആ ഭവനത്തിലോട്ട് ഇങ്ങനെ യാത്ര ചെയ്യിപ്പിക്കുകയാണ്. അതായത് വീട്ടിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ളൊരു വീട്ടിൽ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനമാണ്. ആ വ്യക്തിയുടെ വീട് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്. ഞാൻ ഈ വീട് കഴിഞ്ഞ് കവർ ചെയ്ത് കയറി ചെല്ലുമ്പോൾ ഈ ഓട്ടോറിക്ഷ കഴിയുന്ന വീടിൻ്റെ ഇതിൻ്റെ ഇടയിലായിട്ട് ഞാനൊരു നായി കുരയ്ക്കുന്ന ഒരു സ്ഥലം, പലപ്പോഴും ആ ഒരു വഴിയിലോട്ട് ഇങ്ങനെ കയറി ഈ ഭവനത്തിലോട്ട് പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചു. ഞാൻ ആ വ്യക്തി പോകുന്നത് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട് ഈ അടയാളം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ വ്യക്തിയുമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വ്യക്തിയെ കർത്താവിനെ എടുത്ത് കാണിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ മേലുള്ളൊരു അന്തരീക്ഷത്തെ കർത്താവ് എന്നെ തുറന്നു കാണിക്കുകയാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു വീടിൻ്റെ ഇടതുവശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വഴി കാണാം. അതായത് വീടിൻ്റെ അകത്തോട്ട് കയറി ഇടതുവശത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു വഴി കാണാം. ആ വഴിയിലോട്ട് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന, ചില സമയങ്ങളിൽ നമ്മൾ പോലും അറിയാതെ അങ്ങോട്ടിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു അനുഭവം എപ്പോഴും മനസ്സിൻ്റെ അകത്തൊരുണ്ടായി വരുന്നു. അങ്ങനെ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായി വരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ അനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയെ നോക്കിയിട്ട് കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ദൈവം നിങ്ങളെ അവിടുന്ന് മാറ്റാൻ വേണ്ടി പോകുന്നു. മേൽത്തരമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനം, ഒരു ഏരിയ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ,
ഇന്ന് സൂമിലോ ലൈവിലോ ആ വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് അത്ഭുതത്തെ ഇന്ന് സ്വീകരിച്ചാട്ടെ. ദൈവം നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുവാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം ഒരു വർധനവിനെ തരാൻ വേണ്ടി പോകുന്നു. ഇന്ന് കർത്താവ് ഒരു വാക്ക് പറയുന്നു, ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ടത്, പ്രയാസപ്പെട്ടത് സകലത്തിന് മേൽ ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി ആമേൻ. യേശു. പാസ്റ്റർ, പറഞ്ഞു ആമേൻ. പറയാൻ വേണ്ടി ഹലോ ഞങ്ങളുടെ പറഞ്ഞു. ഹലോ ഏറ്റെടുക്കുന്നു ക്രിസ്റ്റീന പാസ്റ്ററെ. ക്രിസ്റ്റീന എന്ന് പറഞ്ഞ എന്റെ മകളാണ്. ക്രിസ്റ്റീന മോളാണ്. ഹലോ ഉം. അതെ അതെ അതെ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ബ്രദർ പറഞ്ഞിരുന്നു അഗസ്റ്റിന്റെ മകള് ഞാനും അവള് വളരെ മനസ്സിലാണ്. കേൾക്കുന്നില്ല സിസ്റ്ററെ? ക്രിസ്റ്റീന എന്ന് പറയുന്നത് മകള് അഗസ്റ്റിന്റെ മകൾ കേൾക്കാൻ പറ്റുന്നില്ല. പാസ്റ്ററെ, ഞങ്ങളുടെ വീടായി ഇപ്പൊ പറഞ്ഞത്, പാസ്റ്റർ പറഞ്ഞത്. ഏതാ ഈ ഇങ്ങനെ ഓട്ടോറിക്ഷ വഴിയിലോട്ട് നോക്കിയിരിക്കുമെന്ന് പറഞ്ഞത്. ഈ ഓട്ടോറിക്ഷ കഴിഞ്ഞ് കയറി ചെല്ലുന്ന വീടെന്ന് പറഞ്ഞേ? ഓട്ടോറിക്ഷ കഴിഞ്ഞ് കയറി ചെല്ലുന്നത്. എന്നാൽ ഇന്ന് പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ മേൽത്തരമായ ഒരു ഭവനം ദൈവം തരാൻ വേണ്ടി പോവാ കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ വലിയ മഹത്വം എന്ന് തുറക്കുന്നില്ല കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം ഇന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നല്ലോ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുന്ന ആ ഒരു ഭവനത്തിൻ്റെ അകത്ത് ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. മരിച്ചുപോയ ഒരു അപ്പച്ചൻ്റെ ഫോട്ടോയാണ്. ആ ഫോട്ടോയെ നോക്കിയിട്ട് എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുന്ന ആ ഫോട്ടോയ്ക്കകത്ത് പേര് ചാക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോയാണത്. ആ കുടുംബം, ചാക്കോ എന്ന് പറയുന്ന അപ്പച്ചൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഫോട്ടോയെ കാണുന്നത്, ആ ഫോട്ടോയെ നോക്കുമ്പോൾ ചാക്കോ എന്നാണ് ആ വ്യക്തിയുടെ പേരെന്നെ കാണിക്കുന്നത്. ആ ഭവനത്തെ നോക്കിയിട്ട് കർത്താവ് പറയാൻ വേണ്ടി പറയുന്നു, യേശു ക്രിസ്തു നിങ്ങളുടെ സ്ഥിതികളെ മാറ്റാൻ വേണ്ടി പോകുന്നു. പ്രത്യേകിച്ച് തലമുറകളെ വഴി അടച്ചതിനെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കാൻ വേണ്ടി പോകുന്നത് പറയുന്നു. ഇന്ന് ആരാണോ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത്, ആമേൻ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം. പിതാക്കന്മാരിലൂടെ കടന്നു വന്നത് തലമുറകൾ അതിനെ തകർക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവം വഴി തുറക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ തന്നെ കർത്താവേ, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് അഭിഷേകത്തിന്റെ മേൽ ജയത്തെ കൽപ്പിക്കുന്നപ്പ ദൈവത്തിന്റെ അത്ഭുതം ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കുന്നല്ലോ. ദൈവം തലമുറകളെ സ്പർശിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മ്യൂട്ട് മാറ്റിയത് പറയാനാണെങ്കിൽ, അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത്. എന്റെ ഹസ്ബൻഡിന്റെ പപ്പായാണത്. ഈ പറയുന്ന ഫോട്ടോ അതെ അതെ, ഇവിടെ ഹാളിൽ തൂക്കിയിട്ടുണ്ട്. അപ്പച്ചന്റെ പേരെന്തുവാ? ചാക്കോ. ചാക്കോ എന്ന. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത്. ഇതുവല്ല ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല പാസ്റ്റർ. ഓ, കർത്താവിന് ഏറ്റെടുത്ത തലമുറകളെ തമ്പുരാൻ തൊടുക കേട്ടോ. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ വഴികളെ സ്വർഗം തുറക്കാൻ വേണ്ടി പോവാ. അവരുടെ ഭാവിയെ അടച്ചതാ കേട്ടോ. അവർ രക്ഷപ്പെടേണ്ട സ്ഥാനത്ത് പല വഴി തുറന്നിട്ടോ അതെല്ലാം കൊട്ടി അടച്ചത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരിക. കണ്ടു നിൽക്കുന്നവർ അതിശയിക്കുന്ന രീതിയിൽ ദൈവത്താൽ ഒരു ഭാവി അവരുടെ മുമ്പിൽ തുറക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ സൈന്യത്താലല്ല, ശക്തിയാലല്ല, കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും നമുക്കറിയാം. ഒരു ഫോട്ടോയിൽ ഒരിക്കലും ആരും പേരെഴുതി വെക്കത്തില്ല. അതെല്ലാ വീട്ടിലും അങ്ങനെ അല്ലേ? പക്ഷെ കർത്താവിനെല്ലാം അറിയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെല്ലാം അറിയാം. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ അത്ഭുതം ഇന്ന് ഈ വ്യക്തിക്ക് വേണ്ടി തന്നെ കേട്ടോ കർത്താവ് ഇടപെട്ടത്, മറ്റാർക്കും വേണ്ടിയല്ല. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ബ്ലസ്സി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ കർത്താവ് പറയാം. ബ്ലസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ബ്ലസ്സിയുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുക. 12 വർഷമായിട്ട് ബ്ലോക്കായി നിന്നതിനെ സ്വർഗത്തിലെ ദൈവം തുറക്കുക. ഇപ്പൊ പോകുന്ന ഭാവിയെ പറ്റി ഓർത്ത് വ്യാകുലപ്പെടുക. അതായത് ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകുക അല്ല, ദൈവം മേൽത്തരമായി ഇത് വെച്ചിട്ടുണ്ട്. ആ ബ്ലോക്കുകളെ നീക്കി ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ദൈവത്താലുള്ള ഉയർച്ചകളെ തുറക്കാൻ വേണ്ടി പോവാം. നന്ദി കർത്താവേ. ഈ സമയം രോഗികളായി ഭാരപ്പെടുന്നവര് ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ചാട്ടെ. എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എനിക്ക് അത്ഭുതം വന്നിരിക്കുന്നു പറഞ്ഞാട്ടെ. ആ രോഗം നിങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ, വേദനകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി മാറാൻ വേണ്ടി പോകുന്നു. അത്ഭുത സാക്ഷ്യമായി നിങ്ങളുടെ വേദനകൾ ഇപ്പോൾ മാറാൻ വേണ്ടി പോകുന്നു.
യേശുവിന്റെ നാമത്തിൽ കൈവച്ച്, കർത്താവെ അങ്ങയുടെ മുറിവെന്റെ ആരോഗ്യമാണ്, കർത്താവിന്റെ മുറിവെന്റെ സൗഖ്യമാണ്, കർത്താവിന്റെ വേദനകളെ വഹിച്ചതാ, എന്റെ രോഗത്തെ യേശു ചുമന്നതാ, ഞാൻ ഇനി രോഗിയാകുകയില്ല, രോഗത്തിന് എൻ്റെ മേൽ അനുവാദമില്ല, രോഗശക്തിക്ക് എൻ്റെ മേൽ അനുവാദമില്ല, രോഗത്തിന്റെ ഒരു ദുരാത്മാവിനും എൻ്റെ മേൽ അനുവാദമില്ല. അങ്ങനെ തന്നെ പറഞ്ഞു. ഇപ്പോൾ എന്താണോ ചെയ്യുവാൻ കഴിയാത്തത്, യേശുവിന്റെ നാമത്തിൽ ആ രോഗത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു, സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒന്ന് ചെയ്തു നോക്കിക്കുക. എന്താണ്? നടുവിന്റെ മേൽ, അസ്ഥികളുടെ മേൽ, വേദനകളുടെ മേൽ രോഗങ്ങൾ ഇപ്പോൾ വിട്ടുമാറുന്നു, മുഴകൾ അപ്രതീക്ഷമാകുന്നു. യേശുവിന്റെ മുറിവിനാൽ അത്ഭുത സൗഖ്യത്തെ കൽപ്പിച്ചാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വേദനകൾ കൽപ്പിക്കുന്ന കർത്താവേ, ആ ശരീരം വിട്ടു മാറുന്നു, ശരീരം വിട്ടു മാറിയിരിക്കുന്നു, ഇപ്പോൾ തന്നെ ആ സൗഖ്യമാക്കുന്നു, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ രോഗത്തെ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ കൗണ്ടുകളെയും പിടിച്ചു കെട്ടുന്നു. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ ചെയ്യുവാൻ കഴിയാത്തത് ചെയ്യുവാൻ. തുടക്കത്തിൽ ഞങ്ങൾ ആ സാക്ഷ്യം കേട്ടതുപോലെ നാളുകളായിട്ടുള്ള വേദനയായിരുന്നു, കുനിയാൻ പോലും പറ്റാത്ത വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പൊ കുനിയാനും തിരിയാനും ഒരു കുഴപ്പവും ഇല്ല എന്ന് കേട്ട സാക്ഷ്യം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. ഇന്നും ദൈവം ചെയ്തിരിക്കുന്നു, ഇപ്പോഴും ചെയ്തിരിക്കുന്നപ്പ അങ്ങ് തൊട്ട് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ തൊട്ടത് നന്ദി. ദൈവം അത്ഭുതങ്ങൾ ചെയ്ത കൃപയ്ക്ക് നന്ദി. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഏറ്റെടുത്ത ദുഷ്ട കർത്താവ് അത് സാക്ഷ്യവാക്കി മാറ്റി കേട്ടോ. ക്രിസ്റ്റീനന്റെ മകളുടെ പേരാണ്. അവൾക്ക് സ്വന്തമായിട്ട് ഭവനമൊന്നും ഇല്ലാണ്ട് ഇവിടെ വന്നാണ് താമസിക്കുന്നത്, എന്റെ കൂടെയാണ് താമസിക്കുന്നത്. വളരെ കഷ്ടത്തിലാണ് ബ്രദറെ, ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്. ദൈവം അത്ഭുതം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ ആലോചന ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കും, വലിയ അത്ഭുതമാക്കി മാറ്റും. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ശനിയാഴ്ച സോമില് ബ്രദർ ഒരു സുജാതനെ തുടങ്ങുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ വീട്ടിലെല്ലാരും വിളിക്കുന്ന സുജാത എന്നാണ്. അത് ഞാൻ ഏറ്റെടുക്കുന്നു. പിന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വരുന്ന വലിയൊരു നായുണ്ട് ഓട്ടോറിക്ഷയിലെ വീടുന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്റെ വീട് വരുന്നത്. ലെഫ്റ്റിലേക്ക് ഒരു വഴി പോകാറുണ്ട്. ഇപ്പോൾ ഞാൻ ജനലിൽ കൂടെ അത് നോക്കി നിൽക്കാറുണ്ട്. ബ്രദർ പറഞ്ഞ രണ്ടാലോചന ഞാൻ ഏറ്റെടുക്കുന്നു. യേശുവിനെ അത് എടുത്ത് സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. എനിക്കൊരു സാക്ഷി ഉണ്ട് പറയാൻ. പറഞ്ഞു. എന്റെ ഒരു റിലേഷനില് പെട്ട എന്റെ പ്രായം തന്നെ 19 വയസ്സുള്ള ഒരു അനിത എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഞാൻ സുവിശേഷം പറഞ്ഞിരുന്നു. അത് 2 വർഷം ആവാറായിട്ടുണ്ട്. അവളോട് ഞാൻ അവളെ കണ്ടപ്പോ എനിക്ക് പറയണമെന്ന് തോന്നി പറഞ്ഞു. പക്ഷെ അവളത് അങ്ങനെ ഒന്നും ചെയ്തില്ല, അങ്ങനെ പോയി. പക്ഷെ ഇപ്പൊ ഒരാഴ്ചക്ക് മുന്നേ എന്നെ വിളിക്കാൻ ഇടയായി. അവള് പറഞ്ഞു അവൾക്ക് ഭയങ്കര വീട്ടില് സമാധാനക്കേടാണ്, ഭയങ്കര പറഞ്ഞു. സിസ്റ്റർ കേൾക്കാൻ പറ്റുന്നില്ല. അവൻ ഫോൺ ചെയ്യുക, എല്ലാരും ഫോൺ ചെയ്യുക. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദറെ, സൂസനാണേ. പറഞ്ഞു സിസ്റ്ററെ. മോളുടെ മുടങ്ങിക്കിടന്ന സർട്ടിഫിക്കറ്റ് കുറെ മാസങ്ങൾക്ക് ശേഷം പല പ്രാവശ്യം ബ്രദർ പ്രാർത്ഥനയിൽ പറഞ്ഞു സർട്ടിഫിക്കറ്റ് വരുന്നുണ്ടെന്ന്. അത് മോളും എന്നും പ്രാർത്ഥന കയറും. അവൾക്ക് ലാംഗ്വേജ് ബാരിയർ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവര് ഇമെയിൽ അയച്ചു, യുവർ സർട്ടിഫിക്കറ്റ് ഇസ് ഓൺ ദ വേ എന്നും പറഞ്ഞു. ഞങ്ങളുടെ ഭാവിയിലെ കാര്യങ്ങളും കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത് വലിയ സാക്ഷ്യമാക്കി ദൈവമാറ്റം. പറഞ്ഞതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിന്റെ ഒത്തിരി ഭാരപ്പെട്ടു. പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടി അത് ഒരുക്കി, അത് കൈപ്പറ്റുക തന്നെ ചെയ്യും. ഇന്ന് ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചു. അതിന് മുന്നോട്ട് ഭാവിയിൽ തന്നെ അതൊരു അനുഗ്രഹ സാക്ഷ്യമായിട്ട് തമ്പുരാൻ മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ആമേൻ. സാക്ഷ്യം പറയാൻ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞോ. മോനെ എനിക്കൊരു പറഞ്ഞോ. സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞോ. ഞാൻ ഇന്നലെ ഒന്ന് ഒരു ഓടയിലോട്ട് വീണു. ചർച്ചിൽ പോയേച്ച് ഇങ്ങോട്ട് വന്നപ്പോഴായിരുന്നു ഒന്ന് വീണു. ഒരാളരുള്ള ഓടയായിരുന്നു. വീതി അല്പം വീതിയുള്ള ഓടയിലോട്ടായിരുന്നു വീണ്. പറഞ്ഞോ. എന്നാൽ ദൈവം തമ്പുരാൻ എന്നെ താങ്ങി. വലത്ത് കൈയുടെ തോളലിന് വേദനയുണ്ട്. കർത്താവ് എന്ന് ചെയ്ത കൃപയ്ക്ക് നന്ദി. അനർത്ഥം ഭവിക്കാതെ വണ്ണം ദൈവം സൂക്ഷിച്ചല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞോ സിസ്റ്ററെ. ഒരു സെക്കൻഡ് ഒരു മിനിറ്റ്. എനിക്ക് വന്നത് റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്. കാര്യം നമുക്ക് സാക്ഷ്യം എനിക്ക് വന്നത് നിങ്ങൾക്ക് ബാക്കിയുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് നാളെ കേൾക്കാം. ഞാനിപ്പം വേറൊരു സ്ഥലത്താണ്, പക്ഷെ ഇവിടെ റേഞ്ച് കട്ടായി പോകുന്നുണ്ട്. ഇത് കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യേ, സാക്ഷ്യം കാര്യം നമുക്ക് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമുള്ളതാണല്ലോ ദൈവിക സാക്ഷ്യങ്ങൾ. ഇപ്പം അതുകൊണ്ട് നമുക്ക് നാളെ ബാക്കി സാക്ഷ്യങ്ങൾ ക്ലിയർ. അപ്പം നിങ്ങൾ സാക്ഷ്യം പറയാനുള്ളവർ നാളത്തേക്ക് റെഡിയാകുക. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. എനിക്ക് തോന്നുന്നത് നെറ്റ്വർക്കിൻ്റെ എന്തോ പ്രോബ്ലം ഉണ്ട്. എനിക്ക് ക്ലിയർ ആകുന്നില്ല, പറയുന്നതൊന്നും റെക്കോർഡും ആകുന്നില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന്